കിട്ടിയോ? എനിക്കിത് കാണാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആരും ഇവരെ നമ്മളുള്ളത് ശ്യാമിലൊന്ന് വിളിച്ചിട്ടേ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് എനിക്ക് നോക്കണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ആരോട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സുഹൃത്ത് ഇതൊന്ന് കാണാൻ അതിലുണ്ടോ? അത് നീ വന്നാൽ മതി, നീ മേടിച്ചു. അത് ഓക്കെ 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 അതൊക്കെ ഓക്കെ. ലൈവ് അല്ലല്ലോ, ഇതിനകത്ത് ലൈവല്ല വരുന്നത്. ഇതിനകത്ത് ലൈവല്ല, ഇത് വേറെ പറഞ്ഞിട്ടിരിക്കുന്ന വരുന്നു. ക്ഷമിക്കണം, ഇത് വീണ്ടും എന്തോ ഒരു സംഭവിച്ചു പോയി, ക്ഷമിക്കണം. അപ്പോ ഇത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോ ഞങ്ങള് അവിടുന്ന് ആലപ്പുഴയിൽ ചെന്നു, അവിടുന്ന് നടക്കുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ ചെന്നല് അടൂർ ജയതീരത്ത് തന്നെ പോയാൽ മതി, അവിടെ ധർമ്മചേട്ടനെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ ധർമ്മചേട്ടനെ തിരക്കി ഞങ്ങൾ വീണ്ടും അടൂർ ജയതീരത്ത് ചെല്ലുന്നു. അടൂർ ജയതീരത്ത് അവിടെ ചെന്നിട്ടില്ല. അപ്പൊ പിന്നെ നാഷണൽ തിയേറ്റേഴ്സിലായിരിക്കും പറഞ്ഞു. വീണ്ടും ഞങ്ങൾ നാഷണൽ ചെന്നപ്പോ അവിടെയും ചെന്നിട്ടില്ല. അപ്പൊ ധർമ്മചേട്ടൻ എവിടെ പോയിന്ന് ഉപാസനയിലേക്ക് മറ്റൊന്നും പോയി, കൊല്ലം ഉപാസനയിലേക്ക് മറ്റും പോയി. അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പിന്നെ എനിക്ക് ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രഫുൽകുമാർ സാറിനെയും രാജാചേട്ടനെയും കൂടെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് രാജൻ പി ദേവ് എന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പേനൻപിള്ള സാറോട് അഭിനയിക്കുന്ന ആളാണ്, നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുന്നു. ഇവരാദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് എന്റെ വാക്കിന്റെ പുറത്ത് അവർ സമ്മതിച്ചിട്ട് എന്റെ ഒപ്പം വന്നു. ഞങ്ങൾ രാജന്റെ വീട്ടിൽ ചെല്ലുന്നു, കുട്ടിയമ്മയെ കാണുന്നു. കുട്ടിയമ്മയോടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ തിരുവനന്തപുരം ഉഷസ് എന്ന് പറയുന്ന സമിതിയുടെ ഒരു നാടകം ചെയ്യാനായിട്ടാണ് രാജനെ കൊണ്ട് ചെയ്യിക്കാൻ. അപ്പൊ ആദ്യമായിട്ട് രാജൻ അതിന് മുമ്പ് പ്രൊഫഷണൽ ഗ്രൂപ്പിൽ നാടകമൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ചെന്നപ്പോൾ കുട്ടിയമ്മയ്ക്ക് സന്തോഷമായി, രാജനെ വിളിച്ചു. രാജനും വന്നു, ഞങ്ങൾ ഒരുമിച്ച് ആ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് തിരുത്തലുകളുടെയൊക്കെ ആവശ്യമുണ്ട്. കുറച്ച് ഈ രാജൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമുണ്ട്. രാജൻ ഈ നാടകം ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ, എഡിറ്റ് ചെയ്യുവാനും, അപ്പൊ അതൊക്കെ ശരിക്കും നേരെ ചൊവ്വേ ആക്കി എടുത്തിട്ട് കുറെ കോമഡിയൊക്കെ കയറ്റി. പ്രഫുൽകുമാർ സാറിനാണെങ്കിൽ പൊതുവെ കോമഡി കുറവാണ്. അപ്പൊ അങ്ങനെ നാടകം കോമഡിയൊക്കെ വരുത്തി ഞങ്ങൾ ഏഞ്ചൽ കിങ് ലോഡ്ജിലിരുന്ന നാടകം ശരിയാക്കി. ടാർഗറ്റ് എന്ന് പറയുന്ന നാടകമാണ് രാജന്റെ ജീവിതത്തിലെ ആദ്യ പ്രൊഫഷണൽ നാടകം സംവിധാനം ചെയ്യുന്നത്. തിരുവനന്തപുരം ഉഷസിന്റെതാണ്. അതിലെ നെയ്യാറ്റിങ്കര രാജാജി, നമ്മുടെ മങ്കൊമ്പ് ജയചന്ദ്രൻ, ആറ്റിങ്ങൽ ജയചന്ദ്രൻ, ആറന്മുള രാമചന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭമതികളായ വളരെ വലിയ നടന്മാരെ വെച്ചുകൊണ്ടാണ് ആ നാടകം ചെയ്തത്. അപ്പൊ അതിൻ്റെ ഒരു വിജയം കഴിഞ്ഞപ്പോ രാജന് എരമ്പിള്ള സാറിന്റെ നേരെ ഇങ്ങോട്ട് വരുന്നു. അപ്പോ പുള്ളിക്കൊരു തോന്നല്, എനിക്കൊരു സ്വന്തമായ ഒരു നാടകം ചെയ്യണം. അപ്പൊ അതിനിടയ്ക്ക് അവിടെ ചേർത്തല ആരതി എന്ന് പറഞ്ഞു മാറനാട് മാക്ഡവൽ കമ്പനിയുടെ ഫ്രണ്ടിലൊരു നാടക സമിതി തുടങ്ങി. ഈ രാജന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ രാജൻ ആ ടെൻഷനിലേക്ക് ഇടിച്ചിട്ട് കളയും. കാരണം ഈ ആരതിയുടെ നാടകത്തിന്റെ ഒരു രസകരമായ സംഭവമാണ്. നാടകത്തിന് ഉദ്ഘാടനം വന്നു. അപ്പൊ ഉദ്ഘാടനം ഒന്ന് നാടകത്തിന്റെ അപ്പൊ ആ ഉദ്ഘാടന ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഇവന് സുജാതൻ ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ രംഗപടം ഉണ്ടാക്കണ്ടേ, രംഗപടം ഇപ്പൊ ഇല്ല, നാടകം എങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് രംഗപടമില്ലാതെ നാടകം കളിക്കാന്ന് പറഞ്ഞാല് ഒരു മാർഗമില്ല, നമ്മൾ രംഗപടം ഉണ്ടാക്കണം. അപ്പോ രാജൻ അവിടെ
ഉണ്ടാക്കിയിരുന്ന ഒരു സെറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ രസകരമാണ്. ചിരിച്ചു പോകും നമ്മള്. രാജന്റെ അന്നേരത്തെ ആ ഒരു വെപ്രാളം കണ്ടിട്ട് രാജൻ പെട്ടെന്ന് വന്നിട്ട് ഒരു പയ്യനെ കൊണ്ടൊരു വീടിനടിക്കുന്ന കുറച്ച് സ്നോസോ ഒക്കെ മേടിച്ചിട്ട് പോകുന്നത് അതൊക്കെ കലക്കി ഇതിലൊക്കെ അതിനകത്തൊക്കെ അടിക്കുക. കുറച്ച് പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ കൂടെ നിന്ന് ഇത് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു സുജാത വരാം. സുജാത നീ എപ്പോ വരാണ്? 11:30-12 മണിയാകും. 1 മണിയായപ്പോണ്ട് സാക്ഷാൽ സുജാതൻ അന്നൊരു SD ബൈക്കിലാണ് അവര് 3 പേര്, വത്സലൻ ചേട്ടനും രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ കാർപ്പൻറ്റർ പണിയുന്ന അവര് 3 പേരും കൂടെ ഇങ്ങോട്ട് ദർശന ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നു. അവിടെ തന്നെ രാജേന്ദ്രനും ഒരാളും കൂടെ തടിയുടെ പട്ടികകൾ എടുക്കാൻ പോകുന്നു. വത്സലൻ ചേട്ടൻ അതിന്റെ തുണി എടുക്കാൻ പോകുന്നു. സുജാതൻ കളറുകൾ കലക്കുന്നു. ഇവിടെ തിരിച്ചു വരുന്നു. നിമിഷം കൊണ്ട് രംഗപടം തുണിയൊക്കെ വലിച്ചടച്ച് സെറ്റ് ചെയ്ത് സുജാതൻ വരയ്ക്കാൻ തുടങ്ങി. രാജനാണെ ആ സമയം ഇങ്ങനെ പരസ്യം നമ്മൾ സെറ്റ് രംഗപടമില്ല നാടകം കളിച്ചാൽ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് അല്ലേ, അത് നാണം കെട്ടു പോകും എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ അതിന്റെ ഒന്നും ആവശ്യമില്ല, വരട്ടെ എന്ന് പറഞ്ഞു. ഈശ്വരാധീനം കൊണ്ട് 6:30-ക്കാണ് നാടകം തുടങ്ങേണ്ടത്. ഇവർ 6-6:15 ഞാൻ ചെന്ന് പറഞ്ഞു സുജാത 6:30-ക്കാണ് നാടകം തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ, നിങ്ങൾ 6:30-ക്ക് ബെല്ല് കൊടുത്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ സുജാതന്റെ ധൈര്യം ഞാൻ ഞാനോട് പറഞ്ഞു നമുക്ക് പേടിക്കേണ്ടതല്ല. സുജാതൻ പറഞ്ഞു 6:30-ക്ക് ബെല്ല് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോ കറക്റ്റ് 6:30 ആകുന്നു, ബെല്ല് കൊടുക്കുന്നു. സുജാതൻ എഴുന്നേറ്റങ്ങ് പോകുന്നു. നാടകം കട്ടമീറുന്നു, നാടകം കളിക്കുന്നു. നാടകം കാണാൻ വന്നിരുന്ന ആളുകൾ ഗംഭീരം. നാടകം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു രംഗപടം ഗംഭീരമാണ്. സുജാതൻ ആകെ 3-4 മണിക്കൂർ എന്തൊക്കെയോ വരച്ച് ഒപ്പിച്ച് ഒരു നാടകം ഉണ്ടാക്കി. ഇതിനിടയ്ക്ക് സുജാതൻ പുറകിൽ പോയിട്ട് ചെയ്യുന്നൊരു പണിയുണ്ട്. ഈ നാടകത്തിന്റെ ഒരു സീനിൽ ഒരു കാറ് വന്ന് കയറുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ സീനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ പുറകിൽ പോയിരുന്നു സുജാതൻ കാറിന്റെ സീനിൽ ഇവിടെ നിന്ന് കാറിന്റെ ഒരു പടം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫ്ലെക്സില് പ്രിന്റ് എടുത്തിട്ട് ഒട്ടിക്കാം. അന്ന് വരയ്ക്കണം. സുജാതൻ പോയിരുന്നു വരച്ച് ഒട്ടിച്ച് റെഡിയാക്കി നേരെ കൊണ്ടുവന്ന് ഒട്ടിച്ച് പിന്നെ അത് കൊണ്ടുവന്ന് ഈ കാറിൽ ഈ സീനിൽ കയറ്റുകയും ചെയ്തു. നാടകം പരിപൂർണ വിജയമായി. അപ്പോഴാണ് രാജൻ മലന്ന് ഈ സീനിൽ തന്നെ മലന്ന് കിടന്നിട്ട് പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത്. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രാജന്റെ ടെൻഷൻ പോലൊരു ടെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലെ പുള്ളിക്ക് സ്വന്തം സമിതി ഈ ഉണ്ടാക്കണമെന്നൊരു തീരുമാനമുണ്ടാക്കി. അതാണ് ചേർത്തല മലയാള നാടകശാല. ഒരു നാടകത്തിന്റെ അന്നത്തെ ഒരു പ്രത്യേകത 5 പെണ്ണും 4 ആണും വെച്ചിട്ടാണ് ഒരു നാടകം ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു അതിലെ പുള്ളി കാട്ടുമുദ്രയിലേക്ക് പോയൊരു കഥയാണ്. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ കൂടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഞാനൊരു പാട്ട് പാടണം. അത് ഏത് പാട്ട് പാടണം? അപ്പൊ മുറ്റത്ത് ഞാൻ എന്നും പാടണേ, ഒരുപാട് പേര് കേട്ട് കാണും, എന്നാലും പാടാം. സി മൈനർ പിടിച്ചു.
മുന്നിൽ വന്നൊരാളടുക്കുമ്പോ ഹൃദയങ്ങളാദ്യമായി മധുരം നുകർന്നതും ഹൃദയങ്ങളാദ്യമായി മധുരം നുകർന്നതും നിരക്കണ്ടു ഞെട്ടി നീ ഓടി മറഞ്ഞതും ഇന്നലെ 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 മുറ്റത്തെ മുത്തശ്ശിപ്പാവിന്റെ ചോട്ടിൽ കുട്ടിപ്പുര വെച്ചതും കൂടിക്കളിച്ചതും കണ്ണത്തിരട്ടയിൽ മണ്ണപ്പം ചുട്ടതും ഇന്നലെ ഇന്നലെ കുട്ടിപ്പുര വെച്ചതും കൂടിക്കളിച്ചതും കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പം ചുട്ടതും ഇന്നലെ ഇന്നലെ പണ്ട് കരോളചന്ദ്രൻ സംവിധാനം ചെയ്ത സീരീസിന് വേണ്ടി ഞാൻ ചെയ്തൊരു പാട്ടാണ്. അപ്പൊ ഇത് രാജൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു പാട്ട് പാടാനുള്ള ഒരു ആവശ്യമായതുകൊണ്ട് ഞാനൊരു പാട്ട് പാടിയതാണ്. അപ്പൊ ഈ ചേർത്തല മലയാള നാടകശാലയുടെ രഥം എന്നാണ് നാടകത്തിന്റെ പേര്. അപ്പൊ 5 പെണ്ണും 4 ആണും. അന്ന് നമ്മുടെ ഇടക്കൊച്ചിയിലുണ്ടായിരുന്നൊരു ജോസി പെരേര കണ്ട യേശുദാസാണ്. ദാസേട്ടൻ രംഗത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. നല്ല വൃത്തിയാണ്, നല്ല ഭംഗിയാണ് ആ മനുഷ്യനെ കാണാൻ. അധികം പൊക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് നാടകം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് 20 മിനിറ്റ് രംഗത്ത് നിന്നിട്ട് കടന്നു പോകുന്നൊരു കഥാപാത്രം. പുള്ളി ആ സമയത്ത് വന്നാൽ മതി. നാടകം കഴിഞ്ഞ പുള്ളിക്ക് എപ്പോഴും വീട്ടിലും പോവാം. പിന്നെ കടക്കരപ്പള്ളി രാജു, മുട്ടം തോമസ് ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. അന്ന് ചേർത്തല ലളിതശേഷിയൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സ്വന്തം നാടക സമിതി തുടങ്ങി. ഞാനാണ് പാട്ടിന്റെ ട്യൂൺ ഞാൻ ചെയ്യുന്നു. പശ്ചാത്തല സംഗീതം കലൂർ ബാലൻ ചേട്ടനാണ്. ഓർക്കസ്ട്ര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെയാണ്. പിന്നെ ഒരു മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് തത്തമ്പള്ളിയിലുള്ളൊരു മാത്യൂസ് ഹാർമോണിയം വായിക്കുന്നു. തബല ചേർത്തല തന്നെയുള്ളൊരു പയ്യൻ. ഗിറ്റാർ സൈഫ്, നമ്മുടെ കുറ്റിയത്തോട് സൈഫ് അസാധ്യ ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ ഇവർ എല്ലാവരും എല്ലാം വയലിസ്റ്റൊക്കെ എല്ലാം നല്ല ജോണി, അദ്ദേഹം ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചു പോയി. അത് നല്ല ഓർക്കസ്ട്ര എന്നിട്ട് ഞാൻ തന്നെയാണ് പാടുന്നത്. അപ്പൊ രായ്മന്റെ നിർബന്ധമുണ്ട് ഞാൻ തന്നെ. അനുവനെ നീ തന്നെ പാടിയാൽ മതി, ഇവർ പാട്ടുകാരെന്ന് വിളിക്കുന്നത്. ഞാൻ തന്നെ പാടുന്നു. 3 പാട്ടാണ്. നാടകം തുടങ്ങി. ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ദർശന ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഉദ്ഘാടകനായിട്ട് വരുന്നത് എസ്എൽപുരം സാറാണ്. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ നാടകത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഈ ഏകദേശം ഒരു 79 കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരം ഉഷസിന്റെ വർക്കിനായിട്ട് ആദ്യം പോകുമ്പോൾ ഒരു സംഭവമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. കാരണം അന്ന് ഞാൻ പോകുമ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, രാജൻ വിജയവും ശാന്തമ്മയും കൂടെ ഉള്ള കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആദ്യ മാസമാണ്. അപ്പോൾ രാജൻ പറഞ്ഞ ഒരു പണിയാം ശാന്തമ്മയെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ്സിൽ കയറി ശാന്തമ്മയും ഞാനും രാജൻ വിജയവും കൂടെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് ചെന്ന് എനിക്കാണെങ്കിൽ പേടി. കാരണം ശാന്തമ്മയുടെ കഴുത്ത് നിറയെ സ്വർണം കിടക്കുകയാണ്. ഈ ബസ്സിന്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ 2 സീറ്റിൽ ശാന്തമ്മയും ഞാനും ഇരിക്കുന്നു. രാജൻ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ രാജൻ പോയി. എനിക്കാണ് പേടി കൊണ്ട് പോയി. ഈ സ്വർണ്ണമെല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അവസാനം പറഞ്ഞു ശാന്തമ്മ സാരി കൊണ്ട് മൂടി ഇടുത്. അപ്പൊ അങ്ങനെ ശാന്തമ്മ സാരിയൊക്കെ മൂടി ഇട്ടു. ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ആ കാലഘട്ടത്തിലാണ് രാജന്റെ വിവാഹം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ചേർത്തല മലയാള നാടകശാല തുടങ്ങുന്ന സമയത്ത് ആശ എന്നാണ് മകളുടെ പേര്. ആശാപ്പൻ എനിക്ക് ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നാടക സമിതി തുടങ്ങുന്നത്. നാടകം തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ പോലെ എസ്എൽപുരം സദാനന്ദൻ സാറ് വന്നു. സദാനന്ദൻ സാറ് ഉദ്ഘാടകനായിട്ട് വന്നു. നാടക ഉദ്ഘാടനം കഴിഞ്ഞു. അത് ചേർത്തല ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു ഡാൻസ് മാഷുണ്ട്. പുള്ളി എഴുതിയൊരു നാടകമാണ്. അത് രാജൻ പി ദേവന്തോ തിരുത്തലൊക്കെ വരുത്തിയാണ് നാടകം നടത്തുന്നത്. നാടക ഉദ്ഘാടനം കഴിഞ്ഞു. ഗ്രീൻ റൂമിലേക്ക് എസ്എൽപുരം സദാനന്ദൻ സാർ വന്നിട്ട് ചോദിച്ചു, രാജൻ എന്തിനാണ് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ, തനിക്ക് എന്തിനാണ് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ്? തനിക്ക് എപ്പോ വേണമെങ്കിലും സൂര്യസ്വാമിയിലേക്ക് വരാം. സൂര്യസ്വാമ എന്ന് പറയുന്നത് തന്റെ കൂടെ സമിതിയാണെന്ന് വിളിച്ചു. അങ്ങനെ തനിക്ക് എന്നും നിങ്ങൾ എപ്പോ വിളിച്ചാലും തനിക്ക് ഇവിടെ വരാം കേട്ടോ. ഞാൻ ഈ നാടക സമിതി നടത്തിക്കില്ല. ഞാൻ പറയുന്നത് തനിക്ക് എപ്പോ വരണം തോന്നിയാലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പോയി. ആ നാടകം പിന്നെ അതേ ദിനത്തിന്
നമ്മുടെ ചേർത്തല അമ്പലത്തിൽ തെക്കേ ഉള്ളിൽ ഒരു കളി കളിച്ചു. അന്നത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചാല് ഓർക്കസ്ട്ര ആരുമില്ല, വയലിനിസ്റ്റ് ഇല്ല, തബല വായിക്കുന്ന ആളും ഹാർമോണിയം വായിക്കുന്ന ആളും ഞാനും ഉണ്ട്, വേറെ ആരുമില്ല. ഭാഗ്യത്തിന് അന്ന് ലളിത ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് ശുഭ എന്ന് പറയുന്ന ഒരു നടി ആണ് അഭിനയിക്കാൻ വന്നത്. ശുഭയുടെ ഭർത്താവാണ് നമ്മുടെ കോഴിക്കോട്ട് മണിച്ചേരൻ, വയലിസ്റ്റ്. ഞാൻ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വയലിസ്റ്റ് എന്നല്ല പറയാം അല്ലെ, അത്ര ഭയങ്കര വയലിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഈ സ്ഥലത്തെത്തി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആണ് ഈ ഹാർമോണിയവും സ്റ്റേജുണ്ട്, ഗിറ്റാറുണ്ട്, വേറെ ആരുമില്ല. അപ്പൊ ഈ ഓർക്കസ്ട്ര ഇല്ലാത്തൊരു നാടകം കളി എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പോ എല്ലാവരും കൂടെ വിഷമിച്ചിരുന്നിങ്ങനെ ആലോചിക്കുമ്പോ സേഫ് മണിച്ചേട്ടൻ അദ്ദേഹം ചോദിച്ചു, മണിച്ചേട്ടാ ഒന്ന് വയലിനെടുക്കാമോ? അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളെ വായിക്കാൻ പോകുന്നത് എന്താണ്, ആദ്യം ഇങ്ങനെ ഹാർമോണിയസ് കാണിച്ചാൽ മതി, ഞാൻ കൂടെ നിന്നോളാം. പിന്നെ പാത്തോസ് വരുമ്പോ ദുഃഖ സീനുകളൊക്കെ വരുമ്പോ നിങ്ങൾ അങ്ങ് വിട്ടേക്കണം, ഞാനങ്ങ് വായിക്കും, എന്റെ ഇഷ്ടത്തിൽ ഞാൻ വായിക്കും, അത് എവിടെ നിർത്തണമെന്ന് കൈകാണിച്ചാൽ ഞാനിവിടെ നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. നാടകം തുടങ്ങി. ഈ ഓർക്കസ്ട്ര ഇല്ലാഞ്ഞിട്ട് പോലും നാടകം ഒരുവിധം കളിച്ചൊപ്പിച്ചു. പക്ഷെ വയലിൻ ആളുകൾ തിരക്കി വന്നത് ആരാ വയലിൻ വായിച്ചത് അറിയാനായിട്ട്. കാരണം ശ്യാമിന്റെയൊക്കെ സിനിമാ പാട്ടുകളിൽ മുഴുവൻ സോളോ വായിച്ചിരിക്കുന്ന മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. അത്ര ഭയങ്കര വയലിസ്റ്റ്. അദ്ദേഹം സൂര്യസ്വാമി എന്നൊരു വർഷം ഉണ്ടാക്കി വടക്കേ ഒന്ന് ഇറങ്ങിപ്പോയാണ് പുള്ളിയാണ് പോകുന്നത്. അങ്ങനെ ഈ നാടകം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഈ നാടകം കളിക്കുന്നത് മാർച്ച് ലാസ്റ്റ്, അതായത് ഒരു സീസണിൽ ഏതാണ്ട് നവംബറിൽ ഉദ്ഘാടനം ചെയ്തു, നവംബറിൽ ഏതാണ്ട് ഓഗസ്റ്റിലായിട്ട് ഉദ്ഘാടനം ചെയ്ത് സെപ്റ്റംബർ ഓണത്തിന് കളിച്ചു, പിന്നെ കളിച്ചിട്ടില്ല. പിന്നെ ഈ മാർച്ച് മാസം അവസാന സീസൺ അവസാനം ഒരു കളിയാണ്. അത് രാജൻ പി ദേവിന്റെ അളിയൻ ജോണപ്പൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ 70 ബൈജുവിന്റെ അച്ഛൻ. അപ്പോൾ അവിടെ ഒരു ഫൈൻ അസോസിയേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോ ഞാൻ നാടക വണ്ടിയിൽ കയറാൻ ചെല്ലുമ്പോ നാടക വണ്ടി നിറയെ ആളുകൾ ഇങ്ങനെ, വണ്ടിയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു കയറുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, രാജൻ പലരെയും വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ ഒന്ന് കയറുന്നതാണെന്ന്. അപ്പൊ എല്ലാവരും കൂടെ കയറിയിട്ട് നമ്മൾ സത്യം പറഞ്ഞ കലാകാരന്മാർക്ക് ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല. ഒക്കെയാണെങ്കിൽ നമ്മൾ രാജൻ മോനും ഞങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ഒന്നും ആരും ഒരു വഴക്കൊന്നും ഇല്ലാതെ എല്ലാവരും കൂടെ നാടക സ്ഥലത്തിരുന്നു. നാടക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, തെറ്റ് കെട്ടാൻ വന്നവർക്ക് ഈ രംഗപടം എങ്ങനെ ഒരുക്കേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. ലൈറ്റ് വർക്ക് ചെയ്യാൻ വന്ന ആൾക്ക് ഇത് എവിടെ ലൈറ്റ് ഓഫ് ചെയ്യണം ഇതൊന്നും അറിയത്തില്ല. ഭാഗ്യത്തിന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പരമേശ്വരൻ കുര്യാത്തിയും ആലപ്പുഴക്കാരൻ ഗിറ്റാർ വായിക്കുന്ന ശങ്കരൻ കുട്ടിയും കൂടെ അവിടെ വന്നു. അപ്പൊ ഈ സുജാതന്റെ രംഗപടമാണ്. അപ്പൊ സുജാതന്റെ രംഗപടത്തിന്റെ പ്രത്യേകത ഇതിന് നമ്പർ ഇട്ടിട്ടുണ്ട്, ഇടതുവശം 1, 2 ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വലതുവശം 1, 2. അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങനെ ശരിക്കും ചേർത്ത് കഴിഞ്ഞാൽ സെറ്റാകും. അത് പരമേശ്വരൻ കുര്യാത്തിക്ക് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തു, ലൈറ്റ് എല്ലാം വലിച്ചു കെട്ടി. പരമേശ്വരൻ കുര്യാത്തി ലൈറ്റ് നാടകത്തിൽ ലൈറ്റ് ചെയ്തു. പിന്നെ ഈ ശങ്കരൻ കുട്ടി ഇരുന്ന് ഗിറ്റാർ വായിക്കാൻ നടക്കുന്ന ഗിറ്റാർ പുള്ളി വന്നു, കട്ടമ്പലിയായി. നാടകം തുടങ്ങി. നമ്മുടെ ജോസി പെരേര രംഗത്തേക്ക് വന്നു. 20 മിനിറ്റ് കഴിഞ്ഞു ജോസി പെരേര വന്നു, ഒരു പ്രകടനം നടത്തി. ഭയങ്കര കയ്യടിയും അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു ഡാൻസ് പാട്ടുണ്ട്, ഞാനാണ് പാടുന്ന ഡാൻസ് പാട്ട് കഴിഞ്ഞു. പാട്ടിനൊക്കെ നല്ല കയ്യടിയൊക്കെ വീണു. അപ്പൊ ഞാൻ സന്തോഷിച്ചു, നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ മണൽ വാരിട്ട പോലെ പോവുകയാണ്. നിർത്തണ നാടകം എന്നൊക്കെ പറഞ്ഞ് നാടകം നിർത്തിച്ചു. രാജനും ചെയ്തു. നാടകം കഴിഞ്ഞ് ആർട്ടിസ്റ്റിന് കൊടുക്കാനുള്ള പൈസ ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് രാജൻ വൈറ്റ് ഹൗസിലേക്ക് പോയി. ഞാൻ ഇവരെല്ലാം ആയിട്ട് ചേർത്തലയിൽ വന്നു. ഇവരെയൊക്കെ ഞാൻ എല്ലാവരും പാക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നില്ല. രാജൻ ഒരു 3 ദിവസം കഴിഞ്ഞ്, രാമൻ 3 ദിവസം കഴിഞ്ഞ് വന്നു. ഞാനും ചെന്നു. ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ സമിതിയും കൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ മോശമാകും. അപ്പം മോശമാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പോയിട്ട് കാരണം ഒരു സീസണിൽ 3 നാടകം കിട്ടിയാൽ ജീവിക്കാനും പറ്റത്തില്ല. അപ്പൊ ആ കാലഘട്ടത്തില് സൂര്യസ്വാമിയുടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് അന്നത്തെ പ്രഗത്ഭരായ, വളരെ എഴുത്തുകാരനും നടനുമൊക്കെ ആയ വലിയ സംവിധായകരായ വലിയ നടന്മാര്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ നടന്മാരും കൂടെ കളിക്കുന്ന സൂര്യസ്വാമിയുടെ നാടകം കരുനാഗപ്പള്ളിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഇവരെല്ലാം എത്തിക്കോളാന്ന് പറഞ്ഞു. സൂര്യസ്വാമിയുടെ നാടകം കളിക്കാൻ ഈ മറ്റ് ആർട്ടിസ്റ്റുകളും വണ്ടിയും അവിടെ ചെന്നു. പക്ഷെ ഇവരാരും വന്നില്ല. നാടകം മുടങ്ങി. അപ്പൊ സാറ് നാടക സമിതി പിരിച്ചുവിട്ടിട്ട്
സാറൊരു തീരുമാനമെടുത്തു, നമുക്ക് അടുത്ത വർഷം ഒരു പുതിയ നാടകം എടുക്കാം. അപ്പൊ അത് വലിയ പ്രഗത്ഭരെന്നല്ല, പ്രശസ്തരായ ആരും തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ആരെങ്കിലൊക്കെ വിളിക്കാം. അപ്പോ രാജനെ വിളിച്ചു, കാട്ടുകുതിരയിൽ അഭിനയിക്കാനായിട്ട് രാജനെ വിളിക്കുന്നു. രാജന്റെ അയൽവക്കത്തുള്ള സിബി എന്ന് പറഞ്ഞൊരു ആള് വിളിക്കുന്നു. പിന്നെ വളരെ പ്രഗത്ഭനും പ്രശസ്തനും അറിയപ്പെടുന്ന ആളുമായ ഞാറക്കൽ ശ്രീനിച്ചേട്ടനെ വിളിക്കുന്നു. പിന്നെ ഈ രാജന്റെ അസിസ്റ്റന്റ് പുളുന്താൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു നമ്മുടെ പുന്നപ്പറയിലുള്ളൊരു ചേട്ടനെ വിളിക്കുന്നു. സാധാരണ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഈ നാടകം ഇറങ്ങാം. നാടകം കഴിയുമ്പോൾ ഓരോ ദിവസവും ഞാൻ ചെല്ലും, വൈകുന്നേരം ചെല്ലും, രാജൻ മോഹനുമായിട്ട് കാണും. അപ്പോ ഈ കാട്ടുകുതിരയുടെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം ഒരു ഉൾപ്പളകത്തോടെയാണ് നമ്മൾ ഈ നാടകം ഇത് കാണണം. പക്ഷെ അന്ന് നമ്മൾ സൂര്യസമ്മേളനകത്തൊന്നും നമ്മളിത് കേട്ടിട്ടില്ല. അവിടെ സാറിന് ചില നിർബന്ധമുണ്ട്, അനാവശ്യമായിട്ട് ആരെയും കയറ്റാൻ പാടില്ല. അന്ന് അവിടെ വൈപ്പിൻ സുരേന്ദ്രൻ മാഷാണ് സംഗീതം ചെയ്യുന്നത്. ഒരു ആകാശഗംഗയില് സീമൻ പിടിച്ച് ആകാശഗംഗയിൽ ആലോലമാടുന്ന രാഗമരാളങ്ങളെ ഈ പാട്ടാണ് അന്ന് പാടുന്നത്. അന്ന് എനിക്കിപ്പോ ഒരു വേണുഗോപാൽ തൃശ്ശൂർ ഇവിടെ ഉള്ളത് വേണം, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നു. ആ നാടകം ഞാൻ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇതൊന്ന് കാണാനായിട്ടൊരു കൊതിയ. അങ്ങനെ രാജൻ പറഞ്ഞു, നാളെ നീ വാ, നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിനോട് ചെന്ന് സാറിനോട് എന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ, സാറേ ഇതെന്റെ മ്യൂസിക് ഡയറക്ടറാണെന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമ്മളിങ്ങനെ ആരെ കയറ്റിച്ചില്ല. അപ്പോൾ പറഞ്ഞു, ലാസ്റ്റ് ഇന്ന് ഫൈനലിന്റെ തലേ ദിവസമാണ് കേൾക്കോളാം. എന്നെ കൂടെ ഇരുത്തി നാടകം കാണിച്ചു. നാടകം കണ്ടിട്ട് സത്യം പറഞ്ഞാല് ഈ രോമം എല്ലാം വടിപോലെ നിൽക്കുക. ഓരോ സീൻ കഴിയുമ്പോഴും എന്താണ് നാടകം, ഒരു നാടകം ഉണ്ടാക്കുന്ന ഒരു നാടകകൃത്തിന്റെ ഒരു നാടകം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ തലക്കെട്ടും കിടന്ന് നടക്കുന്നല്ല. ഒരു മനോഹരമായ ഓരോ മുഹൂർത്തങ്ങളും എണ്ണി എടുക്കാവുന്ന. സത്യം പറഞ്ഞാൽ അതിനുശേഷം അങ്ങനെ ഒരു നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അത്രയും മുഹൂർത്തങ്ങൾ നിരത്തി വെച്ച് അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണില്ല, വീടുകളിൽ തന്നെ വളരെ കുറച്ച് ഫോണുകളേ ഉള്ളൂ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അതുപോലെ അത് സിനിമയായപ്പോ സത്യം പറഞ്ഞ രായമോൻ എന്നോട് പറഞ്ഞ്, SL സാർ ഇത് സിനിമയാക്കുമ്പോ എന്നെ തന്നെ വിളിക്കും. കാരണം രായമോൻ അത് ഹിറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു നാടകമല്ലേ. പക്ഷേ സിനിമയായപ്പോ അത് തിലകൻ ചേട്ടനാണ് ചെയ്തത്. അപ്പോ തിലകൻ ചേട്ടൻ ഇത് ചെയ്യുമ്പോ എനിക്കും ഇത് എന്ത് ചെയ്യാനാ, തിലകൻ ചേട്ടൻ അത്രയും ഹ്യൂമർ കിട്ടുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ തിലകൻ ചേട്ടൻ അത് മനോഹരമായി കൈകാര്യം ചെയ്തു. അസാധ്യമായിരുന്നു തിലകൻ ചേട്ടന്റെ പ്രകടനം. അത് രായമോനും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ തിലകൻ ചേട്ടൻ അത് മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നാടകവും സിനിമയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നാടകത്തിൽ ഇപ്പൊ അച്ഛൻ അമ്മേനെ കെട്ടിയ കാലം എന്ന് പറഞ്ഞ് പായൽ വാരിച്ച കഥ പറയുന്നത് നമ്മൾ പൊട്ടിച്ചിരിക്കും. സിനിമയിലെ അച്ഛനമ്മയെ കെട്ടി വരുമ്പോൾ തമ്പുരാൻ പറയുന്നത് പായൽ വരാൻ പറയുമ്പോൾ നമുക്ക് ദുഃഖമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും കോമഡികൾ ഉണ്ടായില്ല. പക്ഷെ നാടകത്തെക്കാൾ സിനിമ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിയായില്ല. ഈ നാടകത്തെ അപേക്ഷിച്ച് അതിന് ആളുകൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നല്ല സിനിമയായിരുന്നു, പക്ഷെ ആൾക്ക് ഇഷ്ടമായില്ല. ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി നേരെ ഹരിശ്രീയിലേക്കാണ് പോയത്. ഹരിശ്രീയിലേക്ക് ചെന്ന് നേരെ ചെല്ലുന്നത്